പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലാണ് നാം വന്ന് നിൽക്കുന്നത്. നാം കണ്ടു സോളമൻ രാജാവിൻ്റെ ഭരണം 40 വർഷത്തോളം. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലൊക്കെ വിശ്വസ്തനായിട്ട് നിന്നയാൾ രാജ്യതന്ത്രജ്ഞതയുടെ പേരിൽ 2-ാം ഘട്ടം വന്നപ്പം അവിശ്വസ്തതയുടെ മൂർധന്യമായിട്ട് മാറി ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതനായി. അപ്പോൾ അതുകൊണ്ട് അതേ തുടർന്നുണ്ടായ രാജ്യത്തിൻ്റെ വിഭജനം അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ റഹോബോവാമിൻ്റെ കാലഘട്ടത്തിൽ നടന്നു എന്ന കാര്യം നമ്മൾ കണ്ടു. ആ വിഭജനം നടന്നത് ദൈവനിശ്ചയപ്രകാരമായിരുന്നു. കാരണം പ്രവാചകരുടെ ദൈവം പറഞ്ഞു, സോളമനോട് പറഞ്ഞു, നിൻ്റെ അപ്പനെ ഓർത്ത് ഞാൻ നിന്നിൽ നിന്ന് രാജ്യം തിരിച്ചെടുക്കുകയില്ല, എന്നാൽ നിൻ്റെ പുത്രനിൽ നിന്ന് ഞാൻ രാജ്യം തിരിച്ചെടുക്കും. ആ പ്രവചനത്തിന് പൂർത്തീകരണമാണ് റഹോബോവാം എന്ന് പറയുന്ന തൻ്റെ പുത്രൻ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന നിമിഷത്തിൽ ചെറുപ്പക്കാരായ ഉപദേശികളുടെ കൗൺസിലേഴ്സിൻ്റെ ഉപദേശമനുസരിച്ച് അവരോട് കട്ടിയായി സംസാരിച്ചു. വളരെ കഠിനഹൃദയനായിട്ട് സംസാരിച്ചു. രോഷം പൂണ്ട്, എൻ്റെ അപ്പൻ നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചെങ്കിൽ ഞാൻ മുൾച്ചാട്ട കൊണ്ടടിക്കും, എൻ്റെ അപ്പൻ നിങ്ങൾക്ക് നികുതി ചെലുത്തിയെങ്കിൽ ഞാൻ ഇരട്ടി നികുതി ചെലുത്തും എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പ്രകോപിപ്പിച്ചതിൻ്റെ പരിണിതഫലമായി 10 ഗോത്രങ്ങൾ, വടക്കൻ ഇസ്രായേലിൽ നിന്ന് പിന്നീട് അറിയപ്പെടുന്ന 10 ഗോത്രങ്ങൾ സർവ്വസൈന്യാധിപനായിരുന്ന യെറോബോവാമിൻ്റെ നേതൃത്വത്തിൽ ഒന്നു ചേരുകയും ദാവീദിൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞങ്ങ് പിരിയുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. അവർ വേറൊരു രാജ്യമായിട്ട് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പിന്നീട് ഭരണം ആരംഭിക്കുകയാണ്. അപ്പോൾ ജെറോബോവാം അവിടെ രാജാവായി തീർന്നു എന്നുള്ളത് ദൈവനിശ്ചയപ്രകാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പക്ഷേ അദ്ദേഹം ആ ചെയ്തികൾ പിന്നെ പിന്തുടരാൻ പോകുന്നത് അവിശ്വസ്തതയുടെ പ്രവൃത്തികളായിരുന്നു. അവിടെയാണ് അദ്ദേഹം ശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്നത്. അവിടെ അദ്ദേഹത്തിന് മനസ്സിൽ കണ്ടത്, പിരിഞ്ഞു കഴിയപ്പോൾ 2 ശത്രുക്കളായി. അങ്ങനെയാണല്ലോ സഹോദരന്മാർ തമ്മിൽ പിരിഞ്ഞു കഴിയുമ്പോൾ പരസ്പര ശത്രുക്കളായി തീരുന്ന പോലെ തന്നെ ഇവിടെ സഹോദരങ്ങൾ തമ്മിൽ പിരിഞ്ഞു. വടക്കൻ ഇസ്രായേൽ ആയിട്ട് 10 ഗോത്രങ്ങളും യൂദായും ബെഞ്ചമിനും ചേർന്ന് യൂദാ ഗോത്രവും. അപ്പോൾ യൂദായി കിട്ടിയ ഒരു അനുഗ്രഹം ജെറൂസലേം ദേവാലയം യൂദായിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രാമുഖ്യവും പ്രാധാന്യവും ഉണ്ടായി. സിയോൻ അവിടെയാണല്ലോ ദൈവത്തിൻ്റെ വാസസ്ഥാനം എന്ന് യഹൂദൻ കരുതുന്ന ആ സിയോൻ എന്ന് പറയുന്നത് അവിടെയാണ്. നമുക്ക് ആ പ്രദേശങ്ങളെയൊക്കെ നമ്മൾ ചിത്രം മനസ്സിൽ കണ്ടാൽ നല്ലതായിരിക്കും. അതായത് സിയോൻ മല വലിയ മലയൊന്നുമല്ല, പക്ഷേ ആ വലിയ മലയായിട്ട് കരുതപ്പെടുന്നത് അതിൻ്റെ മഹത്വം കൊണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഒലിവുമല. ഒലിവുമല ഇതിൻ്റെ ഇരട്ടി വലുപ്പമുള്ള മലയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവജനത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയിരുന്നു ജെറൂസലേം. അവിടെ ഒരു ബലിപീഠവും ഒരു ആരാധനയും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ആ കാലഘട്ടത്തിൽ പിന്നീട് ജോസിയ രാജാവ് വളരെ ശക്തമായ രീതിയിൽ നിയമം കൊണ്ടുവരികയും അങ്ങനെ ആ ബലിപീഠത്തിൻ്റെ പ്രാധാന്യം ജനഹൃദയങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്നാ സംഭവിക്കുന്നത്, ഇദ്ദേഹം നോക്കിയപ്പോൾ ഇവിടുത്തെ ജനം അങ്ങോട്ട് തീർത്ഥാടനം ചെയ്യാൻ ഇടയുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറിയാതെ അവിടുത്തെ രാജാവുമായിട്ടൊരു മാനസിക ഐക്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം തന്നോടുള്ള ലോയൽറ്റിക്ക് ഭംഗം വരുമെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. അതിനെന്തായാലും വിഷയം യഹോവയല്ല. അതിന് വിഷമെന്ന് കാനാൻകാര ആരാധിച്ചുകൊണ്ടിരുന്നു അന്ന് ദേവന്മാരും ഒക്കെയാണ്. അവിടെയാണ് പരാജയം അനുഭവിച്ചത്. അപ്പോൾ പ്രവാചകന്മാർ വഴിയായി ദൈവം തൻ്റെ ശക്തമായ എതിർപ്പിന്, ഇപ്പോൾ എല്ലാ മതപരിഷ്കരണ പരിപാടികളെയും പ്രവാചകരുടെ ദൈവം തള്ളിക്കളഞ്ഞു. ഇപ്പം ബഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രവചിക്കാൻ കർത്താവ് ഒരു പ്രവാചകനെ അയച്ചു. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് നോക്കണം. പിന്നീട് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആമോസ് പ്രവാചകൻ അവിടെ കടന്നു വരുന്നത്. ഭയങ്കര ഗർജിക്കുന്ന സിംഹം എന്ന് അറിയപ്പെടും. നമുക്ക് ആമോസിൻ്റെ 7-ാം അധ്യായം 10-17 വാക്യങ്ങൾ നോക്കിയാൽ കാണാം. ആമോസ് തെക്കോവായിൽ നിന്ന് വന്ന് ബലിയർപ്പൻ ബഥേലിൽ ചെന്ന് ആരാധന കേന്ദ്രങ്ങളുടെ വൈകൃതങ്ങൾക്കും അനീതിക്കുമെതിരെ കട്ടിയായിട്ട് പ്രസംഗിച്ച സംഭവം നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബഥേലിലെ ബലിപീഠത്തിന് എതിരെയാണ് ഇവിടെ പ്രവാചകൻ സംസാരിക്കുന്നത്. കാര്യം ബഥേലിന് പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ബഥേലിന് എന്താ പ്രാധാന്യം. പൂർവ്വപിതാവായി യാക്കോബ് തൻ്റെ യാത്രയിൽ വിവശനായി കിടന്നുറങ്ങുന്ന വേളയിൽ നമുക്ക് അവസാനം വരുന്ന റീഡിങ് നമുക്ക് കടന്നു വരുന്നുണ്ട്. ആ വേളയിൽ അദ്ദേഹം കടന്ന ദർശനത്തിൽ
ഒരു ഗോവണി കാണുകയും അതുപോലെ തന്നെ ദൂതന്മാർ ദൈവത്തിൻ്റെ മലാകുമാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ദർശനമുണ്ടായി. ദൈവോന്മുഖമായ ഒരു അടുപ്പമുണ്ടാക്കിയ സ്ഥലത്തിന് അദ്ദേഹം തന്നെ ഇട്ട പേരാണ് ബെത്ലേൽ, ദൈവത്തിൻ്റെ ഭവനം. ദൈവത്തിൻ്റെ ഭവനമല്ല, അത് മറ്റൊന്നുമല്ല. അത് എത്ര ഭീതിയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഇട്ടാണ് ബെത്ലേൽ. വസ്തുത ആരാധന കേന്ദ്രം തന്നെയാണ്. പക്ഷേ ഇവിടെ ഏറെ വിരുദ്ധമായിട്ടുള്ള ഒരു ആരാധനയാണ് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജെറോബോവാം അണിയർപ്പിച്ച ബലിയോടോ അർപ്പിച്ച ബലിയൊക്കെ കർത്താവിന് സ്വീകാര്യമായില്ല. ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവാണ് പ്രവാചകന്മാർ സംസാരിക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് അത് അടയാളം കൊടുത്തു. അപ്പോൾ ദാവീദാണ് പിന്നീടുള്ള ഘട്ടങ്ങളിൽ ദാവീദ് ഭവനത്തിൽ കടന്നു വന്ന ജോസിയ രാജാവാണ് പിന്നീട് കാലഘട്ടം കഴിയുമ്പം ഈ ബലിപീഠത്തെല്ലാം തകർത്തിട്ട് ഒരു ശുദ്ധീകരണം നടത്താനായിട്ട് ഇടയായത്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 23 അധ്യായം 15-20 വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. നല്ല ശുദ്ധീകരണം നടത്തിയ നല്ല രാജാവായിരുന്നു ജോസിയ രാജാവ്. അതുപോലെ മൃതശരീരത്തെ സ്പർശിക്കുവാൻ അത് അശുദ്ധമായിത്തീരുന്ന കാഴ്ചപ്പാട് കൊണ്ടായിരുന്നിടത്താണ് മനുഷ്യ അസ്ഥികളും ബലിപീഠത്തിൽ വെച്ച് ബലിയർപ്പിക്കപ്പെടുന്ന കാലം വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ശക്തിയായിട്ടും പരാമർശിക്കാൻ ഇടയായിരുന്നു. ഇതെന്തിനാ? വിഗ്രഹാരാധനയ്ക്കുള്ള ശിക്ഷയായിട്ടാണ് കാണും. അതായത് ദൈവത്തിൽ നിന്നകന്ന്, അതായത് അത് എന്നാ ചെയ്തു, അവിടെ ഭാവിയിൽ അവിടെ ഈ അദ്ദേഹം ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം തൻ്റെ രാജകുമാരന്മാരൊക്കെ രാജസേവകരെയൊക്കെ പുരോഹിതരാക്കി വയ്ക്കും. അതുകൊണ്ട് അതെല്ലാം ഭയങ്കരമായ ദൈവ കോപത്തിന് ഇരയായിത്തീർന്നുകൊണ്ട് അവസാനം ഇവരെ ഈ പുരോഹിതരെ തന്നെ ബലിപീഠത്തിൽ വെച്ച് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ട് വന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനമാണത് അറിയിക്കണമെന്ന് പ്രവാചകൻ നൽകിയ അടയാളം അപ്പം തന്നെ നിറവേറി. അങ്ങനെ നിറവേറിയത് ബലിപീഠം പിളർന്ന് അതിൽ നിന്ന് ചാരം താഴോട്ട് വീണം. ഇപ്പം ബലിപീഠം പിളർന്ന് ചാരം ഉതിർന്ന് വീണപ്പം പ്രവാചകനെ പിടിക്കാൻ അയാൾ ഭയങ്കരമായിട്ട് ആക്രോശിച്ചു. രാജാവ് ജെറോബോവാം പറഞ്ഞു അവനെ വെച്ചേക്കരുത് പറഞ്ഞ് അവനെ പിടിക്കാൻ കൈ ചൂണ്ടിയപ്പോൾ ചൂണ്ടിയ കൈ അവിടെ നിന്നങ്ങ് മരവിച്ചു പോയി. ദൈവം അടയാളം കൊടുത്തതാണ്. മരവിച്ച് കഴിഞ്ഞപ്പോഴത്തേ ആ പാടെ പ്രശ്നമായി. അപ്പോൾ എന്നാ ചെയ്തു? മരവിച്ച ജെറോബോവാമിൻ്റെ ഉടനെ അത് ജെറോബോവാമിൻ്റെ ആ പതനത്തിൻ്റെ ഒരു സൂചനയാണ് കൈ മരവിച്ചു എന്നുള്ളത്. അദ്ദേഹം തന്നെ ഈ പ്രവാചകൻ പ്രത്യേകം പ്രാർത്ഥിക്കുക, നീ കർത്താവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ഈ അസുഖം മാറ്റിത്തരാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൈക്ക് നേരെയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാജ്യവും കർത്താവിൻ്റെ പരിപാലനയും മാത്രമാണ് നിൽക്കേണ്ടത്. പക്ഷേ അത് വിട്ടിട്ട് അവിടുത്തെ തള്ളിപ്പറഞ്ഞിട്ട് മുമ്പോട്ട് പോയാൽ നശിച്ചു പോകും എന്നുള്ള സൂചനയാണ് പ്രവാചകൻ നൽകിയത്. എല്ലാ കാലവും എപ്പോഴും വേദപുസ്തകത്തിന് മുമ്പോട്ടുള്ള മെയിൻ ത്രെഡ് അതാണ്. അതായത് കർത്താവിനുള്ള വിശ്വസ്തത പാലിച്ചു പോയാൽ അവിടുത്തെ പരിപാലനയും സംരക്ഷണം കിട്ടും. ആ വിശ്വസ്തത നഷ്ടപ്പെടുത്തി പോയി കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഭയങ്കരമായ തകർച്ചയുണ്ടാകും. അനുദിന ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമല്ലേ അത്, ഇന്നും അന്നും എന്നും ഒരുപോലെ തന്നെ. അപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വസ്തതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിക്കാനാണ് ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഒരു അടയാളം അവിടെ കൊടുത്തിട്ടും നിങ്ങൾ മാറ്റമൊന്നും വന്നില്ല. അവിടെ എന്നാ പകരം പ്രവാചകനെ വിളിച്ച് ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുകയത്. അതായത് ഹൃദയത്തിൻ്റെ മാറ്റം വന്നില്ല. താപം എന്ന് പറയുന്നില്ലേ, അവസാനം കേട്ട ശിഷ്യന്മാരെ വിളിച്ചിട്ട് പോയി സുവിശേഷം അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മാനസാന്തരമുണ്ടായി അനുതാപത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ പാപമോചനം സ്വീകരിക്കണമെന്നുള്ളത്. ഇവിടെ അതല്ലല്ലോ. ഇവിടെ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായില്ല. അദ്ദേഹം ഇദ്ദേഹത്തെ കയ്യിലെടുക്കാൻ വേണ്ടി ഒരു നല്ല സൽക്കാരത്തിലൂടെ അദ്ദേഹത്തെ വശീകരിക്കാമെന്ന് വിചാരിച്ച് ക്ഷണിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ വരില്ല, കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഭക്ഷിക്കാൻ ഇല്ല, പാനം ചെയ്യാൻ പാടില്ല, നീ വന്ന വഴിയെ പോകാനും പാടില്ല, തിരിച്ചു പോകാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഭയങ്കരമായ രീതി ആ പ്രവാചകൻ ഒട്ടും തന്നെ മാറിയില്ല. അപ്പോൾ ഈ പ്രവാചകൻ പിന്നീട് തെറ്റിപ്പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ അത് ആദ്യഘട്ടങ്ങളിൽ ഉറക്കുന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം വലിയ ഒരു കെണിയിൽ ചെന്ന് ചാടുന്നുണ്ട്. എന്തായാലും ശരി, സമ്മാനത്തിന് പുറകെ പോകാനുള്ളവനല്ല പ്രവാചകൻ എന്ന കാര്യം അവിടെ എടുത്ത് കാണിക്കുക. സമ്മാനം തരാൻ അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും ആളുകളെ വശീകരിക്കുന്ന. അങ്ങനെ ഒന്നുകിൽ പണം കൊടുത്ത് അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങൾ നൽകി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ആളിനെ ഭൗതികമായുള്ള ഉന്നതി പലപ്പോഴും വാഗ്ദാനം നൽകിക്കൊണ്ടാണല്ലോ പാർട്ടികൾ പോലും മുമ്പോട്ട് കൊണ്ടുപോകും. പാർട്ടികളിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും നേട്ടങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് അല്ലേ പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനുഷ്യനെ ആകർഷിക്കാതെ ഈ ഭൗതികമായ സമ്മാനങ്ങൾ നൽകുക. അപ്പോൾ ഈ മനുഷ്യൻ ധരിക്കുന്ന സമ്മാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാം, ഒരു 10 കോടി രൂപ കിട്ടുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചതുകൊണ്ട് വാസ്തവത്തിൽ അവിശ്വസ്തത കാണിക്കുന്നത് പിന്നീട് ആ മനുഷ്യൻ 10 കോടിയൊന്നും രക്ഷപ്പെടില്ലെന്ന് നമുക്കറിയാം.
തകർന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഇൻറ്റഗ്രിറ്റി, സമഗ്രത, വിശ്വാസ്യതയുടെ ആ വലിയ മൂല്യം അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം അന്നത്തേക്കാൾ കൂടുതലുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ അതേ സമയത്ത് ഒരു വൃദ്ധപ്രവാചകൻ കടന്നു വരുന്നത് അതിനിടയ്ക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 11 നാം കാണുന്നുണ്ട്. ഇവിടെ ഒരു വലിയ പ്രലോഭനത്തെ അത് അതിജീവിച്ചപ്പോൾ വേറെ പ്രവാചകൻ കടന്നു വന്നു. അത് അദ്ദേഹത്തിൻ്റെ കെണിയാണ് കൊണ്ടുവന്നത്. അത് ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയില്ല. അതെന്താ ചെയ്തു? അദ്ദേഹത്തിന് ക്ഷണിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ ആ നിലപാട് മാറിയിട്ട് വൃദ്ധ പ്രവാചകൻ്റെ വ്യാജ പ്രവാചകനാണ്, പക്ഷേ അറിയാൻ പാടില്ലാതെ കൂട്ടത്തിൽ കൂടി തന്നെപ്പോലെ പ്രവാചകൻ ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിരുന്ന് സ്വീകരിച്ചു. അപ്പോൾ എന്തായാലും വഴി തെറ്റിയ പ്രവൃത്തിയാണ്. അപ്പം യഥാർത്ഥ ദൈവവചനത്തിൽ അയാളും വഴിതെറ്റിപ്പോവുകയാണ്. അപ്പോൾ വൃദ്ധൻ തൻ്റെ ഒരു അടയാളം അറിയിക്കുന്നത് രാജാക്കന്മാർ 13-22 വാക്യങ്ങളിൽ അയാൾ അറിയിച്ച ദൈവവചനം ഭയങ്കരമായ രീതിയിൽ അതിൽ ആ മനുഷ്യനോട് തന്നെ ആ വചനം പുറത്തു വരികയും അത് നിറവേറുകയും ചെയ്തു. അതായത് മറ്റൊരു പ്രവാചകനെ വഞ്ചിക്കും. അപ്പോൾ ഇവിടെ കാണുന്ന പ്രത്യേകത എന്താണ്? ദൈവവചനം കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ കള്ളനാണയങ്ങളാണ്. അതപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ദൈവവചനമാണ് കൈകാര്യം ചെയ്യുന്നത്, പക്ഷേ അവരുടെ ഉദ്ദേശം ലക്ഷ്യം വേറെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ വേണ്ടി പരിശുദ്ധാത്മ കൃപ നമുക്ക് ആവശ്യമായിരുന്നു. എല്ലാ കാലങ്ങളിലുള്ള സംഗതി ഇപ്പോൾ കാലത്ത് ഇന്ന് അധികമായിട്ടുള്ളത് വേണമെങ്കിൽ പറയാം, കള്ളനാണെങ്കിൽ രംഗത്ത്. അപ്പോൾ അതുകൊണ്ട് അവൻ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി എന്ന് പറഞ്ഞ് അയാൾ അവകാശപ്പെട്ടു. വാസ്തവത്തിൽ കർത്താവിന് വെളിപാടുണ്ടായി എന്നൊരു അവകാശപ്പെടണമെങ്കിൽ അതിൻ്റെ പ്രബോധനത്തിന് പ്രത്യേകമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ വേണം. അതുകൊണ്ട് മോശയുടെ പ്രബോധനത്തിൽ ഉറച്ചു നിൽക്കുന്നവന് മാത്രമേ അങ്ങനെ ഒരു അവകാശം ഉന്നയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. അതായത് സഭയുടെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കാണാത്ത പ്രവാചകർ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതായ തരത്തിലുള്ള ഈ വ്യക്തിയെ പ്രത്യേകമായ പ്രബോധകരും ഒക്കെ സഭയുടെ അധികാരി പ്രബോധനത്തിൽ നിന്ന് മാറി നിന്നാണ് സംസാരിക്കുന്നത്. അതൊരു നമുക്കൊരു അടയാളമാണ്. അദ്ദേഹം വ്യാജ പ്രബോധകനാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പലപ്പോഴും അങ്ങനെയല്ല. അടുത്ത ഘട്ടങ്ങളിലൊക്കെ നടന്നുപോയ കുറേ ആളുകളെല്ലാം വഴിതെറ്റിക്കാൻ, ചില കുടുംബങ്ങളെ പറിച്ചെടുത്ത് കൊണ്ടുപോകാനൊക്കെ ഇടയായിട്ടില്ല നമ്മുടെ സഭയിൽ തന്നെ. വളരെ സമ്പന്നമായ പല കുടുംബങ്ങളെയും വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നതിന് ഒരാൾക്ക് ഇടയാക്കിയിട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ചെയ്തെന്താണ്? സഭയുടെ അടിസ്ഥാന സ്ലീഹന്മാരുടെ പ്രബോധനങ്ങൾ വ്യത്യസ്തമായിട്ടൊരു പ്രബോധനം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണയിൽ പെട്ടുകൊണ്ട് നേരാണ് ശരിയാണെന്ന് വിചാരിച്ച് കുറേ ആളുകൾ അതിനകത്ത് ചെന്ന് ചാടി. എന്നിട്ടിപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ നിൽക്കുന്നുണ്ട്. ചാടിപ്പോയാൽ പലരും തിരിച്ചു വന്നുവെങ്കിലും ഇത് നമ്മൾ ഈ കഴിഞ്ഞ ഘട്ടങ്ങൾ കണ്ട ഒരു ഫിനോമിനാണ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റായിട്ട് വേണമെങ്കിൽ അതിനെ കാണാൻ പറ്റും. അവിടെയൊക്കെ മനുഷ്യന് കറക്റ്റായിട്ട് മാർഗദർശനം സഭ നൽകുന്നുണ്ടായിരുന്നു, വളരെ കൃത്യമായി. അപ്പോൾ അടിസ്ഥാന പ്രബോധനങ്ങളിൽ മാറി നിന്ന് വരുന്ന പ്രബോധനങ്ങൾ, രോഗശാന്തി മാത്രം ലക്ഷ്യമാക്കി പോകുന്നതായ പ്രബോധന രീതികൾ, അത് അത്ഭുതങ്ങൾ മാത്രം ലക്ഷ്യമാക്കി പോകുന്ന പ്രബോധന രീതികൾ, അടയാളങ്ങൾ മാത്രം ലക്ഷ്യമാക്കി പ്രബോധന രീതികൾ വഴിതെറ്റിപ്പോകും. ഈ പ്രബോധനങ്ങളില്ലാതെ അടിസ്ഥാനപരമായ മാറ്റം, അതായത് മനുഷ്യൻ കാണുന്ന അടയാളങ്ങൾ അത്ഭുതങ്ങളൊന്നുമല്ല ശരിയായ സുവിശേഷ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം. നേരെ മറിച്ച് സഭ നൽകുന്ന വളരെ കൃത്യമായ പ്രബോധനം. അതെന്താണ് അടിസ്ഥാനം? ആ സ്ലീഹന്മാർ പ്രബോധനമാണ്. അതിൻ്റെ കാതലെന്താ? ഈശോമിശിഹാവതാരവും അവിടുത്തെ പരസ്യ ജീവിതവും അവിടുത്തെ പീഡാനുഭവവും അവിടുത്തെ മരണവും ആ സഹനവും അവിടുത്തെ ഉത്ഥാനവും പിന്നീട് പരിശുദ്ധാത്മാവിനെ നൽകി കൊണ്ട് നടക്കുന്നത് ഇതിൽ അടിസ്ഥാന പ്രബോധനം. അത് വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അതിന് പകരമായിട്ട് മോശയുടെ പ്രമാണങ്ങളാണ്. അപ്പോൾ മോശയുടെ പ്രമാണങ്ങൾ ശരിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ അവിടുന്ന് പോകുന്നതെങ്കിൽ അത് വാസ്തവം പറഞ്ഞെല്ലാം കുഴപ്പമാണ്. അപ്പോൾ വചനത്തിന് മാറ്റം, ദൈവവചനത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്, വചനത്തിന് മാറ്റമൊന്നുമില്ല. വചന വ്യാഖ്യാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നന്മയല്ല തിന്മയായി കൊണ്ടുപോയി. മത്തായി സുവിശേഷം 5-ാം അധ്യായം കർത്താവിനെ പറയുന്നത് വചനത്തിന് ആകാശഭൂമി കടന്നുപോയ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകുകയും അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നിറവേറിയാൽ തന്നെയും, ഈ അത്ഭുതങ്ങൾ അടയാളം നൽകിയിട്ട് ഇവർ പറയുന്ന കാര്യം നിറവേറിയാൽ തന്നെയും അത് വളരെ സഭാസമൂഹത്തിൻ്റെ പരിഗണനയ്ക്ക് വ്യക്തമായിട്ടുള്ള വെളിപാടിൽ അടിയുറച്ച വിശ്വാസത്തിന് എതിരെയാണെങ്കിലും അത് അംഗീകരിക്കാൻ പാടുള്ളതല്ല. അപ്പം അതുകൊണ്ട് ചില വ്യക്തികളുടെ ഇടപെടലിലൂടെ അവിടെ അത്ഭുതം നടത്തിയ അടയാളം ഉണ്ടായി, സൗഖ്യം ഉണ്ടായി എന്നൊക്കെ പറയാം. അതുകൊണ്ടൊന്നും തെളിവൊന്നുമല്ല. കർത്താവിൻ്റെ സഭ പഠിപ്പിക്കുന്ന പ്രമാണങ്ങളിൽ അടിസ്ഥിതമായിട്ട് മുമ്പോട്ടുള്ള യാത്രയാണ് എങ്കിൽ, ഇപ്പം ഇന്ന് പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രത്യേകതയുണ്ടല്ലോ.
നിങ്ങളെ അനുഗമിച്ചാൽ ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഇന്ന ഇന്ന നന്മകളുണ്ടാകും, ഇത്രയധികം സാമ്പത്തിക പുരോഗതി ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീസ കിട്ടും, നിങ്ങൾക്ക് വന്യപ്രദേശത്ത് പോയിട്ട് ജീവിക്കാൻ പറ്റും, ഐശ്വര്യമുണ്ടാകും എന്നൊക്കെ പറയുന്നതൊക്കെ സുവിശേഷത്തിന് ചേർന്ന കാര്യങ്ങളല്ല. സുവിശേഷത്തിന് ചേർന്ന കാര്യം നിങ്ങളുടെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കർത്താവിൻ്റെ കൽപ്പനയാണ്. അല്ലെങ്കിൽ കൽപ്പനയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിനൊക്കെ കൽപ്പിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മളിങ്ങനെ അപകടത്തിൽ ചെയ്യുന്ന കാണും. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഈ വൃദ്ധനായ ഒരു പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ കെണിയിൽ ചെന്ന് ഈ മനുഷ്യൻ പെടാനിടയായി. അപ്പോൾ വഞ്ചിക്കപ്പെട്ടു. ഇപ്പോൾ ഇസ്രായേൽ ജനം വഞ്ചിക്കപ്പെട്ടതിൻ്റെ പ്രതീകം കൂടിയാണ്. അതായത് ഒരു പ്രവാചകൻ വഞ്ചിക്കപ്പെടുന്നു പറയുമ്പോൾ ആ ജനം പൊതുവിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ പ്രതീകം കൂടി അവിടെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്താ സംഭവിച്ചത്? ആ മനുഷ്യൻ്റെ പ്രവാചകൻ അനുസരിച്ച് തന്നെ സിംഹം ഈ മനുഷ്യനെ കൊന്ന് തിന്നുന്നതായിട്ട് കാണും. അപ്പോൾ അതുപോലെ ഒരു വലിയ ഒരു അപകടത്തിൽ അദ്ദേഹത്തെ ചെന്നുകയാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കാം. ദൈവിക മനുഷ്യൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ആ ബഥയിലെ പ്രവാചകൻ എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ആ ദൈവികതയെക്കുറിച്ച് ശരിയായ പ്രവാചകത്വത്തെക്കുറിച്ചും ഒക്കെ അവകാശപ്പെടുന്നതൊക്കെ ശരിയായിരിക്കണമെന്നില്ല എന്ന് ഈ സംഭവത്തെ തന്നെ വെളിവാക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എപ്പോഴും കണ്ട തിരിയേണ്ടി വളരെ കറക്റ്റായിട്ട് ആധികാരികമായി പാപ്പായുടെ കീഴിലുള്ള പ്രബോധക സമിതി മജിസ്തേരി എന്ന് പറയും. വേറെ സമൂഹത്തിന് ഇതുപോലെ ഒരു പ്രബോധക സമിതി ഇല്ലെന്ന കാര്യം ഓർക്കണം. കത്തോലിക്കാ സഭയ്ക്കുള്ളതുപോലെ വളരെ കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞ വിശ്വാസികൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന പ്രബോധക സമിതി മറ്റൊരിടത്തുമില്ല. പക്ഷേ പലപ്പോഴും അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. പരിശുദ്ധ പിതാവ് പോളാറാമൻ മാർപ്പാപ്പ ഹ്യൂമാനെ വീട്ടെ എന്ന് പറഞ്ഞ് ചാക്രി ലേഖനത്തിലൂടെ പഠിപ്പിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പരിണതഫലമായി സംഭവിക്കുന്ന ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അത് അംഗീകരിക്കാതെ അനുസരിക്കാത്തതിൻ്റെ പരിണതഫലങ്ങൾ ആ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് പറഞ്ഞതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്ലീഹന്മാരുടെ ആധികാരിക പ്രബോധനം നമുക്ക് ഇന്ന് കൈവരുന്നത് പത്രോസിന് പിൻഗാമികളിൽ നിന്നാണ്. അവരുടെ ചാക്രി ലേഖനങ്ങളിൽ നിന്ന്. അവരുടെ ചാക്രി ലേഖനങ്ങൾ സ്വീകരിച്ച് പോകുന്നതിന് ശേഷം അതും പിന്തുടരുന്നതായ മെത്രാന്മാരിൽ നിന്ന്, അവരുടെ സിനഡുകൾ രൂപീകരിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് അതിനോടൊക്കെ ഒരു പ്രത്യേക പ്രതിബദ്ധത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളങ്ങോട്ട് ആലോചിച്ച് നമ്മളെക്കാരും അവരെക്കാരും മെത്രാന്മാരെക്കാരും മിടുക്കരുത് നമ്മളാണ്, അവർക്ക് കഴിവൊന്നും ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുന്ന രീതി ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. അതൊന്നും ശരിയായ പോക്കല്ല. മെത്രാന്മാർ നമ്മളെപ്പോഴും മനുഷ്യർ തന്നെയാണ്. അവരൊക്കെ എല്ലാം പിന്നെ ഊളകളാണ്, അല്ലെങ്കിൽ അവരെല്ലാവരുമായി തലയ്ക്ക് സ്ഥിരമില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ നമുക്ക് വിശ്വാസത്തിൽ ചേർന്ന കാര്യമല്ല. അവിടെ നാം കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ അഭിഷേകമാണ്. അവരുടെ കഴിവ് വ്യക്തിപരമായിട്ടുള്ള കഴിവിന്മേലല്ല അവരുടെ ദൗത്യം നിലനിൽക്കുന്നത് കർത്താവ് നൽകിയ അഭിഷേകത്തിന്മേൽ നൽകിയ ദൗത്യത്തിന്മേലുമാണ്. അവിടെ പ്രവർത്തിക്കുന്ന കർത്താവാണ് അവരൊരു ഉപകരണം മാത്രമാണ്. അത് ബലഹീനരായ മനുഷ്യരാകാം, ഭൗതികമായിട്ട് നമ്മളെക്കാളും ഒക്കെ പുറത്ത് ഉയർന്നു നിന്നു എന്ന് വരികയില്ല. ചിലപ്പോൾ അഭിപ്രായങ്ങൾ വഴിതെറ്റിപ്പോയെങ്കിലും അവർ വ്യക്തിത്വത്തെ നമ്മൾ തേജോവധം ചെയ്യാൻ പാടുള്ളതല്ല. കർത്താവിൻ്റെ അഭിഷേകം അവിടെ നിലനിൽക്കുന്നു എന്ന കാര്യം അതിലെ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ. വാസ്തവത്തിൽ ഈ ദാവീദ് പോലും പഠിപ്പിച്ചത് എങ്ങനെയാണ്? സാവൂൾ രാജാവിനെ വേണമെങ്കിൽ ആ ഗുഹയുടെ സമീപത്ത് വെച്ച് കഴുത്ത് വെട്ടി കൊല്ലാമായിരുന്നു. തൻ്റെ അനുചരന്മാരൊക്കെ പറഞ്ഞു നല്ല അവസരം, നീ നാളെ തൊട്ട് രാജാവായിരിക്കും, അത് അവനെ തകർത്ത് കളയുകയെന്ന് പറഞ്ഞു. തന്നെ കൊല്ലാൻ നടന്ന രാജാവാണ് തൻ്റെ കെണിയിൽ വന്ന് വീണിരിക്കും. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. പറഞ്ഞതെന്താ? കർത്താവിൻ്റെ അഭിഷിക്തനെ തൊടാൻ ഞാനാരാണ്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ട് അതിൻ്റെ വസ്ത്രത്തിൻ്റെ അക്ഷം മുറിച്ചെടുത്തുകൊണ്ട് അത് എഴുന്നേറ്റ് പോയപ്പോൾ കൈകൊട്ടി വിളിച്ചു പറഞ്ഞു, രാജാവേ ഇതാ അങ്ങയുടെ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം എൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വധിക്കാമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശരിയായുള്ള അഭിഷേകത്തോടുള്ള വലിയായ ഒരു ആദരവും അനുസരണവും ഇന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടുള്ളതല്ല. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പില്ല. അതായത് വ്യക്തികളുടെ കഴിവോ ശക്തിയോ ഭൗതികമായ ഉള്ള ഒരു നിലവാരമോ ഒന്നുമല്ല. ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, കുറവുകൾ കാണും, തെറ്റുകൾ കാണും, കുറ്റങ്ങൾ കാണും, ഒക്കെ കാണുമെങ്കിൽ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു അദൃശ്യമായ അഭിഷേകം നിലനിൽപ്പുണ്ട്. അതിൻ്റെ മുമ്പിൽ കർത്താവുണ്ട്. നമ്മൾ വിശ്വസിക്കണമെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം അത് നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ നമുക്ക് ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയുമ്പം അടിസ്ഥാനമായിട്ട് സ്ലീഹന്മാരുടെ പ്രബോധനമാണ് നമ്മുടെ ക്രൈറ്റീരിയനായിട്ട് നിൽക്കുന്നത്. അതായത് ലേവി പൗരോഹിത്യത്തെ മനുഷ്യൻ നിഷേധിച്ചു, അതിൽ തന്നെ തെറ്റിപ്പോയില്ലേ. യെറോബോവാം ചെയ്തതാണ് ലേവി പുരോഹിതന്മാരെ അന്ന് നിശ്ചയിച്ചത് അത് യൂദായിലുള്ള ജെറുസലേം ദേവാലയത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ജെറുസലേം ദേവാലയത്തിലുള്ള ആഭിമുഖ്യം വളരുകയും ഈ ജനം പിന്നെ അങ്ങോട്ട് വേണ്ട ഒഴുകാനായിട്ട് ഇടയാവുകയും ചെയ്യും. മാത്രമല്ല കുറേയേറെ ലേവി പുരോഹിതന്മാർ പലായനവും ചെയ്തു. ഈ മനുഷ്യൻ ഒത്തിരി പേരെ രാജസന്നിധിയിൽ സേവ ചെയ്യുന്നവരെ
പട്ടം കൊടുത്ത് പുരോഹിതരാക്കി നിലനിർത്തിയപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച വരാൻ പോകുന്ന വിപത്ത് കണ്ടുകൊണ്ട് ലേവി പുരോഹിതർ പലരും അവിടുന്ന് വടക്കൻ ഇസ്രായേലിന് നേരെ യൂദായിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ സംഭവങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും ഇങ്ങനെയുള്ള രീതിയിലേക്ക് തിരിഞ്ഞു പോയപ്പോഴാണ് കട്ടിയായിട്ടുള്ള ഇടപെടൽ ദൈവത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇപ്പോൾ ജെറോബോവാമിനെ ശിക്ഷ 1 രാജാക്കന്മാർ 14 1-20 വരെ. അതുപോലെ അത് കഠിനമായ അഹിയ പ്രവാചകൻ തന്നെ തൻ്റെ തിരസ്കരണത്തെ പറയുക. അദ്ദേഹത്തിൻ്റെ പക്ഷത്തിലേക്ക് അഹിയ പ്രവാചകൻ്റെ അടുത്തിലേക്ക് ജെറോബോവാം തൻ്റെ രോഗിയായ മകന് സൗഖ്യം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഭാര്യയെ പറഞ്ഞയച്ചു. ഭാര്യയോട് പറഞ്ഞു, നീ എങ്ങനെയാണ് ചെല്ലേണ്ടത്, നീ അറിയാതെ ഇരിക്കത്ത രീതിയിൽ വസ്ത്രം ധരിച്ച വേഷപ്രസന്നയായിട്ട് ചെല്ലണം, എന്നിട്ട് ഒന്ന് ചോദിക്കണം എൻ്റെ മകന് സുഖം കിട്ടുമോ, രോഗിയാണ്, എന്നാൽ സുഖം കിട്ടുമെന്ന് ചോദിക്കാൻ പറയും. പോയി. പക്ഷേ അപ്പം പ്രായമായി കഴിഞ്ഞ് ആ പ്രവാചകനും കണ്ണൊക്കെ മങ്ങിയെങ്കിലും കാണാൻ തിരിച്ചറിയാനുള്ള അന്ധനാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. കുഴപ്പം നമുക്ക് വിവരം അറിഞ്ഞാൽ മതിയല്ലോ. പ്രവാചകനിൽ നിന്ന് അതിന് കിട്ടിയ ദർശനത്തിലുണ്ട്. ചെന്ന് കാലെടുത്ത് കൊത്തിയപ്പോഴേ നേരെ ജെറോബോവാമിൻ്റെ ഭാര്യ എന്ന നിലയിൽ അത് സംസാരിക്കുക, അദ്ദേഹത്തിന് ഉള്ളിൽ വെളിപാടുണ്ടായി വന്നിരിക്കുകയാണ് ഇതാ എന്ന് പറയുകയും, അതുകൊണ്ട് അങ്ങനെയുള്ള കളിപ്പിക്കലിന് വിധേയനായില്ല. അപ്പോൾ അതുകൊണ്ട് വേഷപ്രചനയായ ഭാര്യ നിന്നു. പക്ഷേ അതോടുകൂടി എന്നാ സംഭവിച്ചാൽ ശിക്ഷാവിധി അദ്ദേഹം പുറപ്പെടുവിക്കുകയാണ്. മകൻ മരിക്കും, തീർച്ചയായിട്ടും അവൻ മരിക്കും എന്ന് പറയും. മാത്രവുമല്ല വരാൻ പോകുന്ന അപകടം, ജെറോബോവാമിന് വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് അദ്ദേഹം നേരിട്ടങ്ങ് പറഞ്ഞു. പ്രവാചകന്മാരെങ്കിൽ തന്നെയല്ലേ പറഞ്ഞത്. സാമുവേലിനോട് പറഞ്ഞില്ലേ, വാസ്തവത്തെ അഭിഷേകം ചെയ്യുന്ന ആൾ തന്നെയാണ്. ദൈവസന്നെ തിരസ്കരിക്കപ്പെട്ട കാര്യം ആ സാവൂലിനോട് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ് നാത്താൻ പ്രവാചകൻ ദാവീദിനോടും പറഞ്ഞു. നാത്താൻ പ്രവാചകൻ ആദ്യമായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജനില കൊണ്ടുവന്ന ആളാണ്. അവസാനം അത് കട്ടിയായ രീതിയിൽ തെറ്റ് ചെയ്തപ്പോൾ അതിനെതിരെ ശബ്ദിക്കുകയും അവിടെ അദ്ദേഹത്തിന് വരാൻ ശിക്ഷയെക്കുറിച്ച് പറയാം. തൻ്റെ കുടുംബത്തിൽ ഒരിക്കലും വാൾ വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് രാജാവിനെ ശിക്ഷിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ആ ശിക്ഷ ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ നന്മ എവിടെയായിരിക്കുന്നത്? ആ ശിക്ഷ തനിക്കുണ്ടാകുന്ന കുഞ്ഞ് തീർച്ചയായിട്ടും മരിക്കും. താനെന്തുകൊണ്ട് ഇപ്രകാരം ചെയ്തു? താനൊരു കാര്യം ചെയ്തു, തനിക്ക് ഇഷ്ടപ്പെട്ടാണ് സ്വന്തമാക്കാൻ വേണ്ടി അവളെ ഭർത്താവിനെ യുദ്ധത്തിന് മുൻനിരയിൽ വെച്ച് കൊല്ലില്ലേ? നീ അത് രഹസ്യത്തിൽ ചെയ്തെങ്കിൽ പരസ്യമായി കർത്താവിനോട് പ്രതികാരം ചെയ്യും. നിൻ്റെ ഉപമാരിമാർ അത്യുജ്വലമായ ശക്തിയായി സൂര്യൻ കത്തിച്ചുള്ള സമയത്ത് ഇവൾ മറ്റുള്ളവർക്ക് വിധേയമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ, കട്ടിയായ ശിക്ഷയാണ് അവിടുത്തെ. അപ്പോൾ ആ കട്ടിയായ ശിക്ഷ കണ്ടുകൊണ്ട് അത് ഞാൻ രാജാവാണല്ലോ എന്ന് വിചാരിച്ച് മറുതലിക്കരുത്. ഉടനെ പ്രവാചകൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കരഞ്ഞതാണ് 51 സങ്കീർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അഹിയ പ്രവാചകൻ അതുപോലെ തന്നെ യെറോബോവാമിനെ കാര്യമായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. പക്ഷേ അപ്പോൾ സാമ്യം കണ്ടില്ലേ, അതായത് ദൈവവചനത്തിൻ്റെ മുമ്പിൽ മുഖംനോട്ടമില്ല. തിന്മ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് ശിക്ഷയുണ്ടാകും. അപ്പോൾ സൗജന്യമായി കർത്താവ് ജെറോബോവാമിനെ തിരഞ്ഞെടുത്തതാണ്, രാജ്യത്വം നൽകി. പക്ഷേ അയാൾ കർത്താവിനെ തിരസ്കരിച്ചു. അതുകൊണ്ട് തിരിച്ചടി ഉണ്ടായി. അപ്പോൾ രോഗിയായ അബിയായുടെ പുത്രനുണ്ടല്ലോ മകൻ, പിന്നീട് അവൻ മൃതനായി മരിച്ചു, സംസ്കരിക്കപ്പെടുകയും പിന്നെ ബാക്കിയൊക്കെയെല്ലാം ശത്രുക്കളെ സംഭവിക്കപ്പെടുകയും ചെയ്തു. ആ മകൻ മാത്രമേ മാന്യമായിട്ട് സംസ്കരിക്കപ്പെടുള്ളൂ. ശിക്ഷ ആരംഭിക്കുകയാണ് ഓർത്തു നോക്കി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പിന്നീടുണ്ടായ അസീറിയയുടെ ആക്രമണം കടന്നു വരുന്നുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തിന് വലിയ പരാജയമാണ്. ഇതെല്ലാം കാരണം, അടിസ്ഥാന കാരണം ജെറോബോവാമിൻ്റെ പാപമാണ്. പാപം ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് അവിശ്വസ്തതയാണ്, വിഗ്രഹാരാധന. ഒരു പാപമേ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ പാപമായിട്ട് കണക്കാക്കുന്നു. അതെന്താണ്? ഐഡോളട്രിയാണ്. അത് അത്രയുള്ള പാപം നമുക്ക് ചോദിക്കാം. വാസ്തവത്തിൽ അത് വീണ്ടും വ്യാഖ്യാനിച്ച ഐഡോളട്രിയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുമ്പോൾ മറ്റൊന്നിനെ എന്തെങ്കിലും ദൈവമായിട്ട് ആരാധിക്കുന്നതാണ് ഐഡോളട്രി എന്ന് പറയും. വാസ്തവത്തിൽ എല്ലാ പാപങ്ങളും അങ്ങോട്ട് നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതേപോലെ വൺ സിൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് ഐഡോളട്രി എന്ന് പറയുമ്പം മറ്റെല്ലാം മറ്റും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന അർത്ഥത്തിലല്ല. അപ്പോൾ ദൈവം തന്നെ ഉള്ളിൽ നമ്മൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന് പകരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ബിംബത്തെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് കഴിയുമ്പോൾ പിന്നെ പാപം കുന്നുകൂടുകയായി. അപ്പം അടിസ്ഥാന പാപം എന്ന് പറയുന്നത് ദൈവനിഷേധമാണ്. അതാണ് ഇവിടെ ഐഡോളട്രി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ശിക്ഷിക്കപ്പെടാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ അബിയ മരിച്ചു. അതുപോലെ തന്നെ ഇവർ ആ ഉന്മൂലന നാശം കടന്നു വരാനായിട്ട് ഒരുങ്ങിയാണ്. 701 തന്നെ അസീറിയക്കാർ ആക്രമിക്കാനിട. നമുക്കറിയാം പിന്നെ 721 ആയപ്പോഴത്തേക്കും കംപ്ലീറ്റായിട്ട് വടക്കൻ ഇസ്രായേലിനെ തകർത്ത് കളഞ്ഞു. തൻ്റെ രാജാവ് ജെറോബോവാമിൻ്റെ മരണം സംഭവിക്കുന്നുണ്ട്. അതോട് ചേർന്ന് നാദാമിൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രം അവിടെ അവസാനിക്കും. നാം പഠിക്കേണ്ട പാഠം എന്താണ്? അതിനകത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരാധനയുടെ ആലയം, ദേവാലയം എന്ന് പറയും.
ദൈവത്തോട് മനുഷ്യനുള്ള ഐക്യം പാലിക്കാൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആരാധന. അപ്പോൾ അങ്ങനെ നിർവഹിക്കപ്പെടുന്ന ആരാധന അത് വേറൊരു കാര്യം, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ വേണ്ടി വിനിയോഗിക്കപ്പെടുമ്പോൾ വഴിതെറ്റിപ്പോവുകയാണ്. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മതത്തെ ദുരുപയോഗിക്കാൻ പാടില്ല എന്ന സത്യം അവിടെ പഠിപ്പിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രീയ കാര്യങ്ങൾ മതത്തെ ദുരുപയോഗിക്കും. നമ്മളിപ്പോൾ മതഭീകരന്മാരാണ്, ഒരുപാട് പേര് നൈജീരിയ 10 പേരെ വധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വാസ്തവ സംഗതി അതിൻ്റെ പിന്നിൽ കിടക്കുന്ന രഹസ്യം എന്താ? അധികാരം കിട്ടണം. അതിന് വേണ്ടിയാണ്. അധികാരം കിട്ടാൻ വേണ്ടി പല ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് നടക്കുകയും അതിനെതിരായിട്ടുള്ളവരെ വധിച്ചില്ലാണ്ടാക്കി ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് നടന്നത് എന്താ? മതം ദുരുപയോഗിച്ചതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പറയുന്ന ഭരണാധികാരികളൊക്കെ നിലയിൽ വന്നത്. മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടല്ലേ. എന്നിട്ട് ഇപ്പോൾ അത് പിന്നീട് ആ ട്രെൻഡ് ഇപ്പോൾ നഷ്ടപ്പെട്ടു. കാരണം ജനത്തിന് കുറേ കാര്യം മനസ്സിലായി. ആ ഒരു വലിയ ആരാധനാലയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഇളക്കി മറിച്ച് കൊണ്ടുവന്ന് കുറേ കാലത്തേക്ക് കൊണ്ടുവന്ന് കുറേയൊക്കെ പിടിക്കും. പക്ഷേ ഇപ്പോൾ അത് വിട്ടില്ലേ, അത് പോയി. അത് കഴിഞ്ഞ് പിന്നീട് പോലെ പല ആരാധനാലയങ്ങളും അതിൻ്റെ നേരിൽ മാറ്റി മറിച്ച് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ കോടതി തടഞ്ഞു. സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മതത്തെ ദുരുപയോഗിക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ വിശ്വസ്തതയിലാണ്, അതായത് മനുഷ്യൻ്റെ ഭൗതിക നേട്ടങ്ങളിലല്ല നാം ലക്ഷ്യം വയ്ക്കേണ്ടത്, ദൈവത്തിനോടും മറ്റുള്ള വിശ്വസ്തതയിലാണ്. പലപ്പോഴും നമ്മളിപ്പോഴും നമ്മുടെ ഭരണാധികാരികളപ്പോൾ അവർ കാണിച്ച നേട്ടങ്ങൾ പറയുന്നുണ്ട്, തെറ്റില്ല, വികസനങ്ങൾ പറയാൻ തെറ്റില്ല. പക്ഷേ ആ അടിസ്ഥാനപരമായി ദൈവമേൽപ്പിച്ച ജോലി ജനത്തോടും ദൈവത്തോടുമുള്ള വിശ്വസ്തത പാലിച്ച് നിൽക്കുന്നവനെപ്പോഴും മനസമാധാനം ഉണ്ടായിരിക്കും. അത് അധികമൊന്നും മറ്റ് പരാജയങ്ങളിലൊന്നും തളർന്നു പോവില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമുക്കുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നാട്യത്തിനും രാജ്യത്തിനും നല്ലത്. ദൈവത്തുള്ള വിശ്വസ്തതയും ജനത്തുള്ള വിശ്വസ്തതയും പാലിക്കുന്നതിന് ആത്മാർത്ഥത കാണിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവുക. പരാജയങ്ങൾ വന്നാൽ തന്നെ ആരും തകരാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നേട്ടങ്ങൾ ചിലപ്പം നാശത്തിലേക്ക് കൊണ്ടുപോകാനിടയാണ്. നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചാൽ നമ്മൾ പോകുന്നെങ്കിൽ നാശത്തിന് അവർക്ക് പോകാനായിട്ടിടയാണ്. അപ്പോൾ അതുകൊണ്ട് ജെറൊബോവാമിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം, വേദവസ്തു എല്ലായിടത്തും പഠിപ്പിക്കുന്നത് തന്നെ ഇവിടെ ഇത് തന്നെയാണ്. അവിശ്വസ്തത എന്ന് പറയുന്നത് ചുമ്മാ അവിശ്വസ്തതയല്ല, ദൈവത്തുള്ള വിശ്വസ്തത. തൻ്റെ ഹൃദയത്തെ പ്രതിഷ്ഠിക്കപ്പെടേണ്ട ദൈവം, വെളിപാടിൻ്റെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ സൃഷ്ടിച്ച മനുഷ്യനിർമ്മിതമായിട്ടുള്ള വിഗ്രഹങ്ങളെ സ്ഥാപിച്ചിട്ട് ഇഷ്ടം പോലെ വ്യാപരിക്കാൻ ഒരുമ്പെട്ട ഒരു രീതി, അത് ശിക്ഷാർഹമാണ്, അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. നമുക്ക് വീണ്ടും റെഹോബോവാമിലേക്ക് നോക്കാം. 2 പേരാണ്, ഒന്ന് ജെറോബോവാം, മറ്റേത് റെഹോബോവാം. പേര് കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും, പക്ഷേ അത് വ്യത്യസ്തം മനസ്സിലാക്കിയില്ല. സോളമൻ്റെ മകനാണ് റെഹോബോവാം, മറ്റേത് സൈന്യത്തിന് നേതൃത്വം കൊടുത്തയാളാണ് ജെറോബോവാം. 2 പേരും പറയുമ്പോൾ ഒരുപോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ റെഹോബോവാം എന്ന് പറയുന്ന ആൾ സ്ഥാനമേറ്റുമല്ലോ. എന്നിട്ട് അദ്ദേഹം 17 വർഷം ഭരിച്ചു. അത് അത്ര പരാജയമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ചിന്ത എന്തായിരുന്നു? അദ്ദേഹത്തിന് ചിന്ത നേരെ തൻ്റെ അപ്പൻ കാണിച്ചേക്കാൾ കട്ടിയ ക്രൂരത കാണിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള വിശ്വസ്തത പാലിക്കാതെ മലയുടെ കുന്നിൻ്റെ മനുഷ്യൻ്റെ ആഗ്രഹം അനുസരിച്ച് എല്ലാ കുന്നിൻ്റെ മുകളിലും ഒക്കെ, കുന്നിൻ്റെ മുകളിലും മരത്തിൻ്റെ ചൂട്ടിലുമൊക്കെ വിഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന അനുവാദം കൊടുത്തു. അക്ഷേറ സ്തംഭങ്ങൾക്ക് ജന്മം നൽകി. അക്ഷേറ സ്തംഭങ്ങൾ, അപ്പോൾ എന്നാ പറയുന്നത്? അക്ഷേറ സ്തംഭങ്ങൾ സ്ത്രീ നഗ്ന രൂപങ്ങളാണ്. അതുണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്തു? മനുഷ്യന് ഭക്തന്മാർ ആ തരത്തിൽ അധാർമികതയിലേക്ക് പോകാനുണ്ടായി. ആൺ വേശ്യ സമ്പ്രദായം അവിടെ ആരംഭിച്ചു. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇങ്ങനെയുള്ള പുരുഷ വേശ്യകളെ ഉണ്ട് എന്ന് പണ്ടൊരു നഗരത്തിൽ വികാരിയായിരുന്നപ്പം ഒരു മാസത്തിൽ ഞാനിരിക്കുന്ന നഗരത്തിൽ ഇത്രയും 10,000 പുരുഷ വേശ്യകളുണ്ടെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതെവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ ഒരിക്കൽ വൈകുന്നേരം എൻ്റെ അടുത്ത് വന്ന് എന്നോട് വളരെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പരിചയപ്പെട്ട് വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ജോലി ഇപ്പോൾ ഇല്ല, എന്തുകൊണ്ടാണിപ്പം വല്ലാത്ത നോമ്പിൻ്റെ കാലഘട്ടമാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ജോലി, അപ്പോൾ അതെന്നാ ജോലിയാണെന്ന് ചോദിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് വഴിയെ അപ്പോൾ ഞാൻ ഇതെങ്ങനെ നടക്കുന്നത്, അതിപ്പോൾ ഇന്നടത്ത് വരെ എത്തുന്നതിന് ഇപ്പോൾ ഞങ്ങൾ 5 പേരുമായിട്ട് ബന്ധപ്പെടാൻ ഒരാളുടെ 100 രൂപ മേടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ സാധാരണ നല്ല മനുഷ്യരൊന്നും ചിന്തിക്കത്തില്ല, ഇതിങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ തിരിച്ചറിയുന്നു, ഞങ്ങൾക്ക് ആളുകളെ കണ്ടാൽ തിരിച്ചറിയാമെന്നൊക്കെ അവർ പറയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ അന്ന് റെഹോബോവാം ആൺ വേശ്യകൾക്ക് സ്ഥാനം കൊടുത്തു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എവിടെ പോയി നിൽക്കുന്നു അവിടുത്തെ വൈകാരികത,
ആധ്യാത്മികത എവിടെ പോയി നിൽക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്നത്തെ അവരെക്കുറിച്ച് പുരോഹിത വേശ്യകൾ എന്നാണ് പറഞ്ഞുകൊണ്ട്, പുരോഹിത വേശ്യകൾ. അപ്പോൾ ആ തരത്തിലേക്ക് അധപ്പതനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സത്യയോടുകൂടി സഭാസമൂഹത്തെ മുമ്പോട്ട് നയിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങൾ വന്നു ഭവിക്കാനായിട്ട് ഇടയുണ്ട്. ആ ജോസിയ പ്രവാചകനാണ് പിന്നീട് ഈ കാര്യത്തിലൊക്കെ വളരെ ശുദ്ധീകരണം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന് 23 അധ്യായം വരുമ്പോൾ കാണാൻ സാധിക്കട്ടെ, അത് കർക്കശമായ നിലപാടെടുത്തുകൊണ്ട് ഒരു ശുദ്ധീകരണം നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ വാഴ്ച 5-ാം വർഷം BC 926 ഈ ഈജിപ്തുകാർ കയറി ആക്രമിച്ചു. അതായത് നമുക്ക് ആന്തരികമായ ബലം പോയി കഴിയുമ്പം, ദൈവത്തോടും ജനത്തോടും വിശ്വസ്തത പാലിക്കുമ്പോൾ ഉള്ളിൽ ബലമുണ്ടായിരിക്കും. ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ പറയും, ശക്തി ഉണ്ടായിരിക്കും. ആ ശക്തി നഷ്ടപ്പെട്ടു എന്ന് കഴിയുമ്പോൾ ആ ദുർബലത എല്ലായിടത്തും പ്രതിഫലിക്കുക. ആ പ്രതിഫലിക്കുന്ന സമയം നോക്കി ശത്രു കയറി ആക്രമിക്കും. ഇവിടെ ഷീഷാഖ് എന്ന് പറയുന്ന അന്നത്തെ ഒരു ഈജിപ്തിൻ്റെ 22ാമത്തെ ഒരു രാജകീയ വംശത്തിൻ്റെ ആരംഭകരാണ്. അദ്ദേഹം കയറി ആക്രമിച്ചു. പ്രശ്നമായില്ലേ, 150 പട്ടണങ്ങൾ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോയി. റെഹോബോവാൻ്റെ കാലഘട്ടത്തിൽ 150 എങ്ങനെ പോയിരുന്ന ഒരു രാജ്യമായത്. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ അതിർത്തികളും സുരക്ഷിതമായി ഒരു കാലഘട്ടമാണ്. ഒരു ശത്രുവും അങ്ങോട്ട് ഉയർന്നു വരില്ല. മറ്റ് രാജ്യങ്ങളൊക്കെ കപ്പം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത്രയ്ക്ക് ഗൗരവമായ രീതിയിൽ വളർന്നുന്ന രാജ്യത്തിൻ്റെ പോക്കാണ് പുത്രൻ്റെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ 150 പട്ടണങ്ങളാണ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് കീഴടക്കി. അപ്പോൾ എന്നാ സംഭവിച്ചാൽ മുമ്പിലോട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ഷിഷാഖ് എന്ന് പറയുന്ന ആൾ, അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പഴയ വൈരാഗ്യം കാണും. അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന ജനമാണല്ലോ ഇവർ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ തകർക്കുന്ന ചിന്തയുണ്ടാകും. അപ്പോൾ അത് ആദ്യം യൂദായും പിന്നീട് ഇസ്രായേലും അവർ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ വന്നിട്ട് അത് എന്താ ചെയ്തു, രാജകൊട്ടാരത്തിന് സ്വർണ്ണ പരിചയ ഉണ്ടായല്ലോ, സോളമൻ്റെ പണിയേൽപ്പിച്ച് ചെയ്യുന്ന സ്വർണ്ണ പരിചയകൾ അയാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി, മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അന്നത്തെ ആളുകളെയൊക്കെ ആ വാസ്തവത്തിൽ ഈ പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള യാത്രയൊക്കെ നിരോധിച്ചായിരുന്നു മറ്റെയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ട, ഇവിടെ തീർത്ഥാടന കേന്ദ്രം മുഴുവൻ അതിൻ്റെ ആധ്യാത്മികതയിൽ ഫിറ്റ് മാറിയപ്പോൾ അതുള്ള ദൗർബല്യമായി തീർന്നു, അതെല്ലാം തകർക്കപ്പെടുന്നത് കാണുന്നത്. അപ്പോൾ സോളമൻ്റെതിനേക്കാളൊക്കെ ചെറുതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്തഃപുരം. സോളമനെ പറയുന്നത് കേട്ടിട്ട് അനുസരിച്ച് നമുക്ക് അത്ഭുതപ്പെട്ടു. 700 ഭാര്യമാരും 300 ഉപനാരികളൊക്കെ ഉണ്ടായിരുന്നു. കേൾക്കുന്നപ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു. അത്രയൊക്കെ ചിലപ്പോൾ അതിവർണ്ണനയായിരിക്കാം, എങ്കിൽ പോലും അത്രയും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല ബഹുഭാര്യാത്ത എങ്കിലും അതും തുടരുകയായിരുന്നു. അപ്പോൾ സകല നഗരങ്ങളിലും ഈ മനുഷ്യൻ തൻ്റെ പുത്രന്മാരെ സേന അല്ലെങ്കിൽ പ്രദേശ അധിപതികളാക്കി മാറ്റി, അതായത് ദേശാധിപതികളാക്കി, എന്നാൽ ചെറിയ രാജാക്കന്മാരാക്കി മാറ്റി. എല്ലായിടത്തോടും തൻ്റെ പുത്രന്മാരെ തന്നെ നിയോഗിച്ചു. അപ്പോൾ പ്രവാചകനായ ഷെമയ വഴി വീണ്ടും കർത്താവിൻ്റെ ശിക്ഷ അദ്ദേഹത്തിന് നേരുണ്ടായി. അനുദപിച്ചില്ലെങ്കിൽ തകർന്നു പോകുമെന്ന് പറയും. അതുകൊണ്ട് ആ തകർച്ചാശ്രയം നടന്നെങ്കിലും പക്ഷേ ജെറൂസലേം നശിപ്പിക്കാതെ അത് സംരക്ഷിച്ച് നിർത്തി. കർത്താവിനെ അല്ലാതെ മറ്റാരെയും സേവിച്ചാൽ അടിമത്തമായിരിക്കും ഫലം എന്നത് എടുത്ത് കാണിക്കുകയാണ് അവിടെ ഈ സംഭവത്തിലൂടെ. നമുക്ക് ഈ ഭാഗം ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന പാഠം എന്താണെന്ന് പറയും. നമ്മൾ ആ ഭാഗം വീണ്ടും വീണ്ടും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഇന്ന് സഭയുടെ പ്രബോധനത്തിൻ്റെ കാതലായ കാര്യം അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്. അടിസ്ഥാനപരമായി പ്രബോധനത്തോട് വിശ്വസ്തത പാലിക്കുകയും തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മെ സംബന്ധിക്കും. നമുക്കറിയാം, പ്രതിനിധിത്വത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അന്ന് അവർക്ക് അടയാളങ്ങളും പ്രമാണം കൊടുത്തു. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈശോയെ തന്നെയാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ കൂടെയും നമ്മളിവിടെ എപ്പോഴും അവസാന യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് നൽകിയിരിക്കും. അപ്പോൾ തന്നെ നൽകിയിരിക്കുന്നിടത്ത് കർത്താവിനുള്ള അഭേദ്യമായ ഹൃദയബന്ധത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമുക്ക് അതിനുള്ള കരുത്ത് ആർജിച്ച് മുമ്പോട്ട്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് ദിനത്തിലേക്ക് നീങ്ങുന്ന ഘട്ടങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ഈ ചിന്തകൾ, ഇപ്പോൾ അടുത്ത ഞായറാഴ്ചത്തെ ചിന്തകൾ കടന്നു വരാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സമാപിക്കുമ്പോൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സോളമനെ പോലെ തന്നെ പുത്രനും വഴിവിട്ട രീതിയിൽ പോയി അത് തകർച്ചയ്ക്ക് കാരണമായി. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്, പോയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. താവീശ്വം ചില കൃപയും പിതാവാദ്യത്തിൻ്റെ സ്നേഹവും വ്യക്തമായ സഹവാസം ഉണ്ടായിരിക്കും ഇപ്പോഴും എന്നേക്കും. ആമേൻ.